ഇപ്പം തന്നെ സോണിയാഗാന്ധി രാജ്യം വിടാൻ പോവുക. തമാശ പറഞ്ഞു. സോണിയാഗാന്ധി ലണ്ടനിൽ പോവുക. ഇതുവരെ ഇല്ലാത്ത, ഇവിടെ കിട്ടാത്ത വിശ്രമം എന്തോ. 1.5 ലക്ഷം സ്ക്വയർ ഫീറ്റ് ആ വീട്. പ്രധാനമന്ത്രി താമസിക്കുന്ന അതേ സെറ്റപ്പിലാണ്. ഇതിനകത്ത് പള്ളി വരെ ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ രാജീവ് ഗാന്ധി ഇരുന്നപ്പോൾ കൊടുത്ത ഇതുവരെ ഒഴിഞ്ഞു കൊടുത്തിട്ടില്ല. ഇപ്പോൾ വയസ്സാം കാലത്ത് വയ്യ എന്ന് പറയുമ്പോഴും രാജ്യസഭയിൽ പോയിരുന്നിട്ട് അവിടെ ഇരിക്കുകയാണ് ഈ വീട് പോകാതിരിക്കാൻ. 1.5 ലക്ഷം സ്ക്വയർ ഫീറ്റ് ഉണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീടിനത്ര ഇല്ല. അവിടെ താമസിക്കുന്നതിനെക്കാട്ടി വലുതൊന്നും ലണ്ടനിൽ. അപ്പോൾ ലണ്ടനിൽ ഇപ്പോൾ പോവാം. എന്തോന്നറിയാം, ഈ ഒരു വിശ്രമ ജീവിതം. ഈ കേസിന് മൊഴി കൊടുക്കണ്ട. അത് നമ്മൾ വേറെ ശ്രദ്ധിക്കേണ്ടതാണ്. രമേശ് ചെന്നിത്തല മൊഴി കൊടുക്കാൻ പോയി പറഞ്ഞ് ഇലക്ഷൻ കഴിഞ്ഞ് മതി കേട്ടോ. എടാ ഇലക്ഷൻ വരുവാ. ഈ പറയുന്ന ഇത്രയും നാൾ അന്വേഷിച്ചപ്പോൾ മൊത്തം കിടക്കുന്ന CPM-കാരാ ശബരിമല കൊള്ള. ഇതിനകത്ത് കൃത്യമായിട്ടേ അയാൾ പറയുന്ന ആൾക്കാർ CPM-ൻ്റെ തന്നെ ആൾക്കാരും അതിൻ്റെ ഗൂഢാലോചനയുടെ പുറകിൽ അവരുമാണ്. അവർ ശബരിമല കൊള്ളയുടെ ആൾക്കാരാണെന്ന് ഇവർ പറയുമ്പോൾ അത് ശരിവയ്ക്കുന്നതായിരിക്കുമോ രമേശ് ചെന്നിത്തല കൊടുക്കുന്ന മൊഴിയെങ്കിൽ പിന്നെന്തിനാ ഭയന്നത്? അപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് കൊടുത്താൽ മതി SITക്ക് മൊഴി, അതിനു മുമ്പ് കൊടുക്കണ്ട എന്ന് പറയുമ്പോൾ അതിനകത്ത് CPM അല്ലല്ലോ ഉള്ളത്. നമ്മൾ സംശയിച്ചൂടെ? കോൺഗ്രസ് ആയിരിക്കുമല്ലോ. നേരത്തെ ഉണ്ണികൃഷ്ണൻ പൂറ്റിയുടെ കൂടെ 2 പ്രധാനപ്പെട്ട കോൺഗ്രസ് MP-മാർ നിന്നല്ലോ. ഒന്ന് UDF കൺവീനർ, ഒന്ന് ഈ പറയുന്ന പോലെ KPCC പ്രസിഡന്റ് ആവാൻ പറഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ഈ കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് വെച്ച് മാറിപ്പോയ പത്തനംതിട്ട MP അദ്ദേഹവും ഉണ്ണികൃഷ്ണൻ പൂറ്റിയുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അത് കോൺഗ്രസിൻ്റെ സോണിയാഗാന്ധിയെ നമ്മൾ കാണുമ്പോഴും ഈ പറഞ്ഞ 2 MP-മാരെ കാണുമ്പോഴും കോൺഗ്രസിനകത്തൊരു കാര്യവും അതിൻ്റെ കൂടി ഇപ്പോൾ പറയുന്നു ഞാനല്ല എൻ്റെ മോൻ്റെ പേര് എഴുതി വെച്ചിട്ട് ഞാൻ ലണ്ടനിൽ പോവാ സുഖജീവിതം നയിക്കാൻ, എനിക്കിനി ഇതൊന്നും വേണ്ട, എനിക്കിതൊന്നും വയ്യ. കോടാനുകോടിയാ, 10,000 കോടിയാ. കോൺഗ്രസ് മൊത്തം അവരുടെ പേരില്ല. ACC ഓഫീസിൽ പേരില്ലാന്ന് പല ഓഫീസുകളും പേരില്ല. ഹോട്ടലുകളാണ്. അതാ പുള്ളിക്ക് നടക്കുക. ഹോട്ടൽ ബിസിനസ്സാണ് നല്ലത്.